ആരാ? കാസ്, പണം പണം കൊണ്ടുവന്നതാ. സാറ് തന്നതാ ദുബായിന്ന്. ഓക്കെ. എടോ, എന്താ നിന്റെ പേര്? പാണ്ഡ്യൻ. തമിഴനാ? അല്ല, മലയാളി. എവിടാ സ്ഥലം? കോളഞ്ചേരി. കോളഞ്ചേരി അല്ല, കോഴഞ്ചേരി. ആരാ മോനെ? ആ, ഏട്ടന്റെ കാശ് കൊണ്ടുവന്നാ. അവനൊരു കള്ള ലക്ഷണം. ഏട്ടൻ പോലീസ് ബുദ്ധിയിൽ നോക്കുമ്പോ എല്ലാരും കള്ളന്മാരാ. പേര് പാണ്ഡ്യൻ, സ്ഥലം കോളഞ്ചേരി. കോഴഞ്ചേരിയിൽ ഏത് മലയാളിക്കാ പാണ്ഡ്യൻ എന്ന് പേരിടുക? ഏവൻ കള്ളനാ, പേരും കള്ളൻ. ഏട്ടൻ എന്തിനാ അമ്മ ഈ ഇടപാട്? ദുബായിന്ന് കാശ് ബാങ്ക് വഴി അയച്ചാ പോരെ? ഇത് കുഴൽപ്പണം. എന്തായാലും നാളെ രാവിലെ നീ ഈ കാശ് കറിയാച്ചിന് കൊണ്ടുപോയി കൊടുക്ക. എന്തൊരു സ്വരശുദ്ധിയാ ഗോപിയക്ക്. അത് മാത്രോ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണ്ണീറ്റ് ആ വീട്ടിലെ സർവ്വ പണിയും ചെയ്യും. നല്ല കൈപുണ്യം, കുടുംബത്തിന്റെ ഐശ്വര്യ ആ കുട്ടി. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മുടെ ഉണ്ണിയേട്ടന് വേണ്ടി എന്തുകൊണ്ട് ഗോപിക ആലോചിച്ചൂടാ? എന്റെ മനസ്സിൽ അത് നേരത്തെ തോന്നിയതാ. അവൻ ദുബായിന്ന് വന്നിട്ട് പറയാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ആഹാ, അമ്മ ഞാൻ ഇപ്പൊ വന്നെ. എടി, ഗോപിയക്ക് ഈ നാട് ഇഷ്ടായോ? ഈ തറവാട് ഇഷ്ടായോ? എന്റെ അമ്മ ഇഷ്ടായോ? അപ്പ എന്റെ ദുബായ്ക്കാരനെ ഏട്ടനെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഞങ്ങൾ ആലോചിക്കാൻ പോവാ. ജാതകം എടുത്തൊന്ന് നോക്കിക്കോ, ചിലപ്പോ വിദേശ യാത്രക്ക് യോഗ ഉണ്ടാവും. അമ്മ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താടാ പറ, എനിക്ക് ജോലിയുണ്ട്. അമ്മയ്ക്ക് അപ്പുറത്തെ ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം? ആ കുട്ടി അമ്മയുടെ മരുമോളായിട്ട് വരുന്നതില് വിരോധമുണ്ടോ? എന്റെ മനസ്സിലൊരു ആഗ്രഹം. നീ മിണ്ടായിരടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോനെ, അത് അമ്മ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഗോപിക കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും കത്തിച്ചു പിടിച്ച നിലവിളക്കായിട്ട് അമ്മ സ്വീകരിക്കുന്നതും. കല്യാണമൊക്കെ ഉണ്ണിയേട്ടൻ വന്നിട്ട് മതിയെന്നേ. അതിനു മുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ. ഏട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുക എന്ന് വെച്ചാ? അമ്മ എന്തായി പറയണേ? ഞാൻ ഗോപികയെ ഉണ്ണിയേട്ടന് വേണ്ടി ആലോചിക്കുന്ന കാര്യാ പറഞ്ഞത്. ഗോപിക ഉണ്ണിയേട്ടന്റെ വധുവായിട്ട് വരുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. നീ എന്നെ തീ തീറ്റിച്ചല്ലോടാ. അപ്പൊ ഏട്ടൻ ദുബായിന്ന് വന്നാലുടൻ കല്യാണം. എന്താടി? വന്നു. ഉണ്ണിയേട്ടൻ വന്നു. അയ്യേ, ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല. ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. അനിയനാ? ആരുടെ അനിയൻ? അല്ല, ഉണ്ണിയുടെ അനിയനല്ലേ? അതെ. ആ, ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ. ദുബായിന്നാണ് വരവ്. എന്റെ പേര് ബിജു. BIJU, ബിജു. നല്ല പേരല്ലേ? അകത്തേക്ക്. നമസ്കാരം. സിസ്റ്റേഴ്സ് ആണല്ലേ? ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചുല്ലേ? പേടിക്കണ്ട, എന്റെ ഏട്ടൻ നല്ല സുന്ദരക്കുട്ടപ്പനാ. ആദ്യം അനിയൻ ഇരിക്കി. ഞങ്ങൾ ദുബായിക്കാരെ ഇരുത്തിയിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ? എന്റെ മോളുടെ. ഞാൻ വിചാരിച്ചു എന്റെ മോളുടെ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ. ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ. വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിയിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊസിഷനിലല്ലേ? നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊസിഷനില് എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്കാ? അസ്സലാമു അലൈക്കും.
നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ? ആ, ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്, ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കിലാ 5 സ്റ്റാർ ഫുഡല്ലേ? ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇവിടെ ഒപ്പിട്. ഇത് ആരുടെ ഒപ്പാടാ? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പം മരിച്ചപ്പോ എനിക്ക് തന്നതാ. ആ മതി മതി മതി. ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ് മാറി സെല്ലോട്ട്. ഞാനിപ്പ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് പിടിച്ചാൽ കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വല്ലതും ഉണ്ടടാ? തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകട്ടരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ആ, ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ആ ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്തായി? ആ, നീ പറഞ്ഞ പോലെ കച്ചി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പേ ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്കും സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാനായി വിലസിയില്ലേ? എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റിക്കളഞ്ഞില്ലേ? ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്കള്ളനാ. നീ വിഷമിക്കണ്ട മോനെ. വിഷമദ്യം കഴിച്ച് 3 തട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ എന്റെ അകത്ത് കിടക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നിന്റെ അപ്പൻ നിന്നെ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടുവന്നേ. നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് എത്ര ജയില് കണ്ടിരിക്കുന്നടാ. അപ്പഴേ സാറേ, സൂപ്രണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അവൻ ജിന്നാടമർക്കിയുടെ മോനാണെന്ന്. ആടാ മോനെ, കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം. ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല. നിന്നെ കൊല്ലും ഞാൻ. നീ കരുതിരുന്നോ? നിന്നെ വിടില്ല.
നിന്റെ കിട്ടില്ല. പരമശിവം, സോറി സാർ. എന്റെ മുമ്പിൽ വെച്ചാണ് അഭ്യാസം. പരോളിന് അപേക്ഷ കൊടുത്തിട്ടില്ല. എന്താണ് അവനോട്ട് ഇടപാട്? ഓൾ കേരള ക്രിമിനൽസ് അസോസിയേഷനിൽ അവനും മെമ്പറല്ലേ സാറേ? ഇടപാട് കാണാതിരിക്കൂ. ഛേ, മേത്തൊക്കെ സാമ്പാറുമായി. ഇതിൽ ചോറും കൂടി വിളമ്പട്ടെ സാറേ? 2 പപ്പടം കൂടി തടാ, പൊടിച്ചു കളഞ്ഞാൻ. ആരാ ചോറ് വെച്ചത്? പപ്പട ഇല്ലെന്ന് അറിയില്ലേ? മതിയടാ. മതിയെങ്കിൽ മാറ്. അവൻ എന്തിനാടാ നിന്നെ ചവിട്ടിയത്? അവനെന്നെ ചവിട്ടാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ അവന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എന്റേതും. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ പക്കത്തെത്തി എന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. ഒരു രാത്രി എങ്ങോട്ട് പോണെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാൻ അങ്ങനെ നിന്നു. ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു. ദൈവം തോന്നിപ്പിച്ചാണോന്നറിയില്ല, ആ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും കൂടി പോന്നോട്ടെ? എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടം വരെ പോണു അവിടം വരെ. ഓ അവിടെ കയറ്. സോറി. എങ്ങോട്ടാ? പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്തേണ്ടടുത്തെത്തും. പോലീസോ? ആ, അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പേടിയില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന അതിന്റെ സുഖം. പോലീസ് പിടിച്ചാൽ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം? അത് പോലീസുകാർ നോക്കിക്കോട്ടെ. നിന്നെ പിടിച്ച എനിക്കെന്താ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, എന്റെ പേര് പോലും. എന്താ ബായുടെ പേര്? അത് വേണ്ട. എന്നാലും പറ ബായ്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ബായ്. ഭായ്, അത് തന്നെ വിളിച്ചാ മതി. എന്താ നിർത്തിയത്? എന്നെ ഇറക്കി വിടാനാണോ? ഏയ്, ദാ പുണ്യാളന് നേർച്ചയിട്ട പാതി അങ്ങേര് നോക്കിക്കോളും. ഓ, എന്റെ പുണ്യാള, നേർച്ചിടാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. എന്നെ മുഴുവനായിട്ട് കാത്തോളണേ. പോലീസ്. അയ്യോ, നീ എന്നതാടായി പറയുന്നത്? ലോഡ് പോലീസ് പിടിച്ചെന്ന്? അതേ മുതലാളി, ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടായി. കൊച്ചു മുതലാളി എന്നെ സംശയിക്കരുത്. വർഷം കുറെ ആയില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ആയിട്ട്. എത്ര വർഷമായാലും നീ കള്ളപ്പണിയല്ലേ ചെയ്യണത്? കള്ളൻ എന്നും കള്ളൻ തന്നെയാടാ. ഇതേ ലക്ഷങ്ങളുടെ ഏർപ്പാടാ. ബേബി കുഞ്ഞേ. ചേട്ടാ സത്യം പറ, ഞങ്ങളുടെ ലോറിയിലൂടെ എങ്ങോട്ടാ മറിച്ചു വിറ്റത്? ഇയാളുടെ മോന്ത കണ്ടാലറിയാം 10 കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് പോലീസ് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ, സംഗതി സ്പിരിറ്റ് അല്ലേ. ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കാം. പറയടോ. ഞാൻ പറഞ്ഞത് സത്യം. നീ പറയില്ലല്ലേ? പറയടോ. ലോഡ് ആർക്കാ നീ മറിച്ചു വിറ്റത്? കുഞ്ഞേ, ലോറി നല്ല ആളാട്ടാ. പോലീസിനെ കണ്ടപ്പോ ബായ് എന്തൊരു ഓട്ടോ ഓടിയത്. ഞാനാണെങ്കി പേടിച്ചും പോയി. പിന്നെ RC ബുക്കിൽ അഡ്രസ് അപ്പൊ ഒരു കണക്കിന് വണ്ടി ഇവിടെ എത്തിച്ച്. എനിക്കാണെങ്കി കാറൊക്കെ ഓടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാടാ ഈ പണ്ടാറ് ഓടിക്കാനായിട്ട്. എന്റെ പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇനി ഞാൻ നിങ്ങളോട് വന്നാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞോട്ടെ. എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി ഒറ്റയ്ക്ക് കൊണ്ട് ഉണ്ടാക്കിയാ മതി. ചാടിച്ച അപ്പാ ഇയാള് പോണേ പോട്ടപ്പാ. ഇയാളെ ചത്ത നമ്മള് ബിസിനസ് ഇല്ലേ? അയ്യോ,
നീ എങ്ങോട്ടാ? ബായി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും. വാ. ബായി സത്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളുടെ കൂടെ കൂടി. ബായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. മകനെന്ന് പറഞ്ഞ ബായിക്ക് ജീവനാ. ശിവന് കുറച്ച് ചോറിട്ടോടടി. ശിവനല്ല, ഉണ്ണി. ചോറ് വേണ്ട, അതിന് പകരം പപ്പടം എടുത്തോളാം. നമ്മുടെ പരമശിവത്തിന്റെ നല്ല ഛായയില്ലടി ഇവന്. എനിക്കും കണ്ടപ്പോഴേ തോന്നി. ആരാ ഈ പരമശിവം? പണ്ട് ലോറി താവളത്തിൽ നിന്ന് കിട്ടിയതാ അവനെ. പിന്നീട് എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയായി. 4 കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ അവൻ. ഇന്ന് വഴിയോരത്ത് നീ നിൽക്കണ കണ്ടപ്പോ ഞാൻ അവനെ ഓർത്തുപോയി. അതാ നിർത്തിയത്. എന്നെ ആ അനിയനായിട്ട് കണ്ടൂടെ? അതിനെന്താടാ ശിവ? ശിവനല്ല, ഉണ്ണി. എനിക്ക് നീ ശിവൻ തന്നെയാ. അങ്ങനെ ഉണ്ണി എന്ന ഞാൻ ബായിക്ക് ശിവനായി. ബായിക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ? നീ വിചാരിക്കും പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങള്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ ബായിക്ക് പറ്റില്ലേ? അത് പറ്റും. പക്ഷെ എങ്ങനെ കടത്തിക്കൊണ്ടുപോരും? ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല കാശറിയണം. അതെവിടുന്ന്? ഒന്ന് ഞാൻ പറയാം. സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് എടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എന്റെ ഉണ്ട് ബായി. ആ സാറേ, വണ്ടി. എന്താണ് വണ്ടിയില്? ഐസാണ് സാറേ. കുറുപ്പേ കയറി പരിശോധിക്കും. സാർ നന്നായി പരിശോധിക്കണോ? സാർ സാറേ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ഐസ് വാട്ടർ ആവും. സാറേ ഇത് ഫുൾ ഐസാ. അടച്ചേക്ക്. ഓ ചാടിക്കോ ചാടിക്കോ, അല്ലെങ്കിൽ ഐസാവും. വിട്ടോ വിട്ടോ, ഏൻ വിട്ടോ. പെട്ടെന്നാവട്ടെ. ശിവ. എന്റെ പുണ്യാളച്ചോ, നീ ഇങ്ങ് എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിൽക്കായിരുന്നു. സ്പിരിറ്റ് എന്തേടാ? ദാ ഇതൊക്കെയാ. ഈ ഐസ് കിട്ടേ? ഞാൻ കാണിച്ചു തരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്. എന്റെ അമ്മച്ചി, ഒടുക്കത്തെ ബുദ്ധി തന്നെ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രി എങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇത് എത്ര രൂപയുടെ മുതലാന്ന് അറിയാമോ നിനക്ക്? നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? ഈ ലാഭത്തിന്റെ പകുതി നീ എടുത്തു അല്ലേ? വേണ്ട, ഇത് മുഴുവൻ നീ എടുത്തു. വേണ്ട ബായ്. ബായ്, ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നേ? 5000 ഉരുവ. 5000 ഉലുവ മതി എനിക്ക്. അല്ല ഇവര് ഞാനും ബായ് തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ നീ പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി. ഒരു നാൾ പിടിക്കപ്പെട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എന്റെ സ്വാധീന വലയത്തിലായി. പിന്നെല്ലാം അവരുടെ അനുവാദത്തോടെയായി. ബായിക്ക് വീടായി, കാറായി, ലോറികളായി. ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. വാളയാർ പരമശിവം. എനിക്കും സഹായികളുണ്ടായി. അച്ചായനും അച്ചുവേട്ടനും. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഞങ്ങളുടെ വളർച്ച ചിന്നാടന്മാരുടെ തകർച്ചയായിരുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പല പല അടവുകളും അവർ പ്രയോഗിച്ചു. പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ ഒരു ദിവസം
പോലീസ് കേസെടുത്തു. കാറ്, തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ഭായിക്കെതിരായിരുന്നു. ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു. എന്തിന്? ഭായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചിലറല്ലേ. ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ? പാവം ഭായ് എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ഭായിക്ക് സഹായിച്ചു. ഈ ഭായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി. അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ആ പരമശിവത്തിന്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ഓ, ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ. അല്ല സാർ. തനിക്ക് എന്താടോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സാർ. എടാ അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കായിരുന്നു. എന്ത് പറ്റി? ആ ഡോക്ടറെ വിളിച്ചേ സാർ. ഒടുക്കത്തെ കരുനാക്ക്. ചത്താ എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന്ന് ഇങ്ങനെ നീ എന്റെ ഇത് വേടി. എല്ലാവരും പറയും. ഹീസ് വെരി സീരിയസ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ് പ്രൊസീഡ്. ഓക്കെ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. ചുമ്മാ സാറേ. ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വീണപ്പോ 1 കപ്പ് വെള്ളം എടുത്ത് മോന്തക്കൊഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളെ ഈ സൂപ്രണ്ട് സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ എത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ. ഇവന്റെ നാവിക്കിട്ട് ഒരൊറ്റ തൊഴിലെടുത്തന്റെ അപ്പ എഴുന്നോക്കോ. അവന്റെ പരോളിന്റെ പേപ്പർ കണ്ടത്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. പാടോ. എടാ ചിന്നാടാ, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ ഇതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്കടാ. നീ ഓർത്തോ അല്ല ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? സുഖല്ലേ? ബായി കാശും കാറിന്റെ താക്കോല് ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക. വരാൻ കുറച്ച് ദിവസം കഴിയും. നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ? എല്ലാരും ഒന്ന് കാണണം. ഭാരതി അമ്മേ, ഭാരതി. അമ്പിളി, എടി അമ്പിളി. എന്താ അമ്മേ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി ഞാൻ ഉണ്ണി. ഭാരതീയമ്മ എന്തിനാ കരയണേ? സന്തോഷം കൊണ്ട. ഊണം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയ നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ.
ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി? ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ലേ അമ്മ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ? ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി. ഇവളല്ല, അപ്പുറത്തെ. ആരാ? ഏയ് നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ? ഏട്ടാ നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ. നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണക്കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും. നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപി ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താ അമ്മേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസം അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി എന്ന് ഇപ്പൊ തന്നെ കണ്ടിട്ട്. ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ആ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. മതി. എന്തായി കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു തന്നെ. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാനെന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോവാം. വെറും കൈയോടെയാണോ പോന്നേ? ഞാനത് ഓർത്തില്ല. അങ്ങർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും ഇഷ്ടമല്ലെന്നേ. പിന്നെ ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി. ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? ഗോപിക്ക നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ. ഏയ് വീശു, നല്ല അസല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ചാ? എടാ നീ എടുത്തോണ്ട് ചുമ്മാ ആളെ കെട്ടറിഞ്ഞൂടെ അടിക്കുന്നു. അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ണാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞേ. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലേ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികളെ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ചേ, എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയ ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹായ്, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. വലിയ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത്യാവശ്യ കാര്യം. ഇവന്റെ
കോച്ചം കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ താങ്ങാലോ. പക്ഷെ എന്താണത് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്തായടാ? എന്റെ അമ്മ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാ ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ ഇത് കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്? എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ? മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല, എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. ആ പെണ്ണെങ്ങനെയുണ്ട്? നിന്നെ പോലെയല്ല, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അപ്പൊ ഏട്ടൻ ആ പെണ്ണിനെ പിടിച്ചേ. അയ്യോ ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടോട്ട് കൂടിയില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. എടീ. അയ്യേ. അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ലോ. ഒശോ, ഞാൻ ആ അമ്മായിപ്പനെ അമ്മേ ഇനി പിടിച്ച പിടിയലങ്ങ് കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ ഇനി നീ ഒന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോവാ.